ഒരു ദൃശ്യാവിഷ്കാരമായപ്പോൾ അതിലെ നായിക കഥാപാത്രമായ ശ്യാമ എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കാനായിട്ട് എനിക്കാണ് സാധിച്ചത്. ഇന്നത്തെ പുസ്തക പ്രകാശനത്തിൻ്റെ നക്ഷത്ര തിളക്കം പ്രിയ സുഹൃത്തും എഴുത്തുകാരനും സിനിമ സീരിയൽ സംവിധായകനുമായ റിജു നായർ. മനുഷ്യ മനസ്സുകളുടെ സന്നിഗ്ധതയെ ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, ജനപ്രിയമായ രൂപത്തിൽ റിജു അത് വരച്ചു കാട്ടി എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട്. ആർക്ക് വേണമെങ്കിലും എത്രയും വേഗത്തിൽ വായിച്ചു പോകാവുന്ന ഒരു നോവലാണ് ഒന്നിങ്ങ് വന്നെങ്കിൽ. നമ്മൾ എങ്ങനെയോ ഒരു അടുപ്പമുണ്ടായി. റിജുവിന്റെ എല്ലാ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിലും അറിഞ്ഞും അറിയാതെയും എനിക്ക് കൂടി പങ്കാളിയാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സുഖ ദുഃഖങ്ങളിൽ ഒരു പുസ്തകത്തിന്റെ രണ്ട് പിറവി, ആദ്യ പിറവിയിലും അന്ന് അതിന്റെ ആ ചർച്ചാവേള, അതിനുശേഷം ഇപ്പോൾ ഇതാ വളരെ പ്രധാനപ്പെട്ട അതിന്റെ രണ്ടാം പിറവിയിലും പങ്കുകൊള്ളാൻ കഴിഞ്ഞു. എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നിവിടെ പ്രകാശനം ചെയ്ത രണ്ടാം പതിപ്പ് ഒന്നിങ്ങി വന്നെങ്കിൽ അത് മൂടൽമഞ്ഞ് എന്ന പേരിൽ ഫ്ലവേഴ്സ് ചാനലിൽ കാളിദാസ പ്രൊഡക്ഷൻസിൻ്റെ ഉണ്ടല്ലോ സാർ ഡയറക്റ്റ് ചെയ്തു. അപ്പം അതിൽ എനിക്കൊരു വേഷം ചെയ്യാൻ പറ്റിയ ഒരു നിസ്സാര വേഷമായിരുന്നില്ല, ഒരു മെയിൻ ക്യാരക്ടർ തന്നെ ആയിരുന്നു. റിജുവിൻ്റെ ചോദ്യം കൃത്യമാണ്. എനിക്ക് എന്തായി തീരണം, അല്ലെങ്കിൽ ഏത് മേഖലയാണ് എൻ്റെ മേഖല എന്ന് വളരെ കൃത്യത ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഞാൻ എന്നാണ് റിജു നായരെ പരിചയപ്പെട്ടത്? ഇപ്പോഴാണ് എനിക്കറിയുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ചേട്ട എന്നുള്ള ഒരു വിളി, സൈച്ചേട്ട എന്നുള്ള ഒറ്റ വിളിയിൽ ഞാനും പുള്ളിയും തമ്മിലുള്ള ആത്മബന്ധം. 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു നോവൽ ഇറക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു റിസ്ക്കാണ്. ആദ്യം കുറെ പേര് ഇപ്പം നമ്മളോട് അന്വേഷിച്ചു ഈ നോവൽ ഉണ്ടോന്ന്. പക്ഷെ ഇനിയാണ് ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക്. ഇതൊരു വിൽപ്പന, ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൊള്ളാൻ പാടില്ല, നഷ്ടം വരാൻ പാടില്ല. ഈ പുസ്തകം ഇറക്കുന്നത് ഇപ്പൊ പഴയതുപോലെ ആൾക്കാർ പുസ്തകം വാങ്ങുന്നില്ല, വായിക്കുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഇഷ്ടമുള്ളവർ ഏറ്റവും ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ പുസ്തകം ഒന്ന് വാങ്ങി സഹകരിക്കുക, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക.